റോജിൻ ചേട്ടാ, ഇപ്പൊ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് നാസിസം, നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റിനെ കുറിച്ച് ചേട്ടനൊന്ന് പറയാമോ? അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവുമോ? ഇത് രണ്ട് കാറ്റഗറി, രണ്ട് ജെൻഡറിനും ഉള്ള പ്രശ്നം. ഇപ്പൊ നമുക്ക് ജെൻഡർ ബേസ് നമുക്ക് പിന്നെ പറയാം. ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ 24/7 ഇവർ അലർട്ടായിരിക്കും. ഇവർ ഉറങ്ങുമ്പോൾ, ബാത്റൂമിൽ പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ എല്ലാം ഇവർ മറ്റുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ അവർ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ ഈ നാസിസ്റ്റായ ആളുകൾക്ക് മറ്റുള്ളവരുടെ മൈൻഡ്, മാനസികാവസ്ഥനെ തകർക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി ചെയ്യണം. അതായത് ഗായത്രി, ഞാൻ വളരെ മോശമായൊരു വ്യക്തി. അപ്പോൾ എൻ്റെ മോശമായൊരു ക്യാരക്ടർ ഗായത്രി അറിയാൻ പാടില്ല. ഗായത്രി അറിഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ നാസിസ്റ്റായ വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗായത്രിയിൽ ഒരുപാട് കുറ്റങ്ങൾ ആദ്യം പറയും. ഗായത്രി അങ്ങനെയാണ്, ഗായത്രി ഇങ്ങനെയാണ്, ഗായത്രി മോശമാണ് എന്ന് പറഞ്ഞ് ഗായത്രിനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലോട്ട് കുറേ നാൾ ഇത് കൃത്യമായ ട്രെയിനിങ്ങാ. അവർക്കറിയാം ഏത് സമയത്ത്, അതിരാവിലെ നിങ്ങൾ ടൈം അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്, ഈ രണ്ട് ടൈമിലാണ് നമ്മളോട് കുറ്റങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന സമയം. കാരണം ഈ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് ഇരുന്നേക്കുന്ന മൈൻഡാണ്. രാത്രി എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്ന മൈൻഡാണ്. ഈ സമയത്ത് നമ്മളെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞ്, നമ്മളെ പറ്റി കുറവുകൾ പറഞ്ഞ്, നമ്മുടെ കോൺഫിഡൻസ് ഇടിച്ചു താഴ്ത്തി, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഇടിച്ചു താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആണിലോട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ, അത് എന്റെ മോശം ക്യാരക്ടർ ആണല്ലോ, അപ്പോൾ എന്ത് സംഭവിക്കും? ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ഗായത്രി മറ്റൊരാളിലോട്ട് കണക്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയാ, നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കുറ്റം പറയുക, നമ്മുടെ സൗന്ദര്യത്തെ പറ്റി പറയുക, നമ്മുടെ സംസാരത്തെ പറ്റി കുറ്റം പറയുക എന്ന് വേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇല്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അടുത്തത് സോഷ്യലി ആയിട്ട്, ഇനിയിപ്പോ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ചോദിക്കുക, ഗായത്രി ജോലിക്ക് പോകാൻ കഴിവുള്ളതെന്ന് ചോദിക്കാം, അവിടെയും വരും. കൃത്യമായിട്ട് അവിടെ വന്ന് അതിനെ എങ്ങനെ ഗായത്രിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ജോലി കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത്, ഇനി ഗായത്രി അത് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം ഒരു ഇഷ്യൂ ഉണ്ടാകും. ആ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോർമലായിട്ട് പറഞ്ഞു നോക്കും. ഈ നാസിസ്റ്റായ ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഒരാൾ പെരുമാറണ്ട, ഇവർക്ക് അകലേന്ന് കാണുമ്പോഴേ ഇവർക്ക് അറിയാം. മൈൻഡ് റീഡ് ചെയ്യും. മൈൻഡ് അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ശ്വാസം, കണ്ണുകൾ അടയ്ക്കുന്നത്, നമ്മുടെ ചുണ്ടുകൾ നനയ്ക്കുന്നത്, നമ്മുടെ ബോഡി മൂവ്മെന്റ്, ഇതെല്ലാം വാച്ച് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അവര്. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കേണ്ട, ഇങ്ങോട്ട് ഉത്തരം പറയാം. നീ നാളെ മുതൽ ജോലിക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ നിന്റെ നിൽപ്പ്, ഗായത്രിയുടെ നിൽപ്പ് കാണുമ്പോഴേ അറിയാം പോവില്ലെന്ന്. അപ്പോൾ പോവില്ല എന്നുള്ള നിൽപ്പിലാണെങ്കിൽ 10 സെക്കൻഡുകൾക്കുള്ളിൽ അടുത്ത എന്താ ചെയ്യേണ്ടത് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നീ തെറി പറയാം. അത് തെറി പറഞ്ഞിട്ട് നടക്കുന്നില്ലെങ്കിൽ, ആദ്യം ഈ തെറിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, തെറി പറഞ്ഞിട്ട് നടക്കുന്നില്ലെങ്കിൽ അച്ഛനും അമ്മേനെയും സ്വന്തം സഹോദരനെയും മക്കളെ കൂട്ടിയിട്ടായിരിക്കും അടുത്ത തെറി വരുന്നത്. മാനസികമായിട്ട് ഡൗൺ ആവും. അതിലും ഡൗൺ ആയില്ലെങ്കിൽ പെയിൻ തരാൻ തുടങ്ങും. പെയിൻ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഓരോ അടിക്കും ഗായത്രി ഇതിനു മുമ്പ് ചെയ്ത ഓരോ കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തല്ലിയെന്നുള്ള ബോധവും കൂടി ഗായത്രിക്ക് ആ സമയത്ത് ഇൻജെക്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഗായത്രി കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ഇനി ജോലിക്ക് പോകാത്തതിനാണോ തല്ലിയേ, ഞാൻ ഇന്നലെ ഭക്ഷണം പാചകം ചെയ്യാത്തതിനാണോ തല്ലിയേ, അത് കറിക്ക് ഉപ്പിട്ടേനാണോ, അത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിനാണോ, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ടോട്ടലി ഗായത്രി പോയിട്ട് ഒരാളോട് എന്റെ ഭർത്താവ് എന്നെ തല്ലി എന്ന് പറയുമ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഗായത്രി മൈൻഡിൽ ആദ്യം വരുന്നത് ഭർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ ആ പറയുന്ന ഈ നാസിസ്റ്റായ വ്യക്തി പറയുന്ന കാരണങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് നമ്മളിത് പോയി ആരുടെ അടുത്തും പറയില്ല. കാരണം നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. 2 പ്രത്യേകതകളുണ്ട്. നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാം, ഗായത്രിയുടെ അടുത്ത് വന്നിട്ട് ഒരു വ്യക്തി പറയാ, ഗായത്രി വളരെ മോശമാണ്, വൃത്തികെട്ട സ്വഭാവമാണ്, വളരെ മോശമാണ്, വൃത്തികെട്ട സ്വഭാവമാണ്, ഒരു 10 വട്ടം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി പതുക്കെ ഇങ്ങനെ സംശയിക്കും, ശരിയാണോ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ അടുത്തൊന്നും ഇങ്ങനെ പറയുന്നത്. അപ്പോ ഈ കുറ്റപ്പെടുത്തലുകൾ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോഴോ, കൂട്ടുകാരുടെ അടുത്തുനിന്നോ, വീട്ടുകാരുടെ അടുത്തുനിന്നോ. ഇത് നമ്മുടെ ബോധത്തിൽ ഓൾറെഡി ഉള്ള സാധനമാണ്. ഇതെല്ലാം മാറ്റി നിർത്തി എവിടെന്നൊക്കെയോ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എണീറ്റ് നടക്കണേന്ന് മറ്റുള്ള മനുഷ്യർക്ക് അറിയില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കുറവുകളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യര് ഇതും ചെയ്യും. പിന്നെ അവർക്കറിയാം കൃത്യമായ സെക്ഷുവാലിറ്റിയിൽ എങ്ങനെ പറയണം എന്നുള്ള സാധനം. ഞാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു കഥ പറഞ്ഞുതരാം. വളരെ പാവപ്പെട്ട വീട്ടില് എനിക്ക് വന്ന കൺസൾട്ടേഷൻ കേട്ടോ. ഇപ്പൊ ഈ പറയുന്നതിൽ ഒരു ഭീകര വെർഷനാണ്. എനിക്ക് ഒരു തൃശ്ശൂരുള്ളൊരു പെൺകുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ ഒരു 18-19 വയസ്സുള്ളപ്പോൾ ഈ പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നു. ഈ അച്ഛന്മാർക്കൊരു പ്രശ്നമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ജാതീയമായിട്ട്
സ്വന്തം ജാതിയിലുള്ള ഒരു വ്യക്തിയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. എന്നാൽ സ്വന്തം ജാതിയിലുള്ളവന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാനുള്ള കഴിവില്ല. അച്ഛന്മാരെ കുറ്റം പറയണല്ല, ജാതിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അവന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു വിവാഹങ്ങളും ഇവര് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ചെറുക്കന്റെ മാനസികാവസ്ഥ എന്താണ്, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, ഇവർക്ക് ആർക്കും അറിയണ്ട. ഇവര് പൊതുവേ നമ്മൾ ചിരിക്കുന്നുണ്ടോ, നമ്മൾ വളരെ സെറ്റായിട്ടാണോ നടക്കുന്നത്, നന്നായിട്ടാണോ ബിഹേവിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിലും ഇത് കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നാട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും ഞാൻ ഓക്കെ ആണെന്ന് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യം. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രാമ കളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു 18 വയസ്സിൽ വിവാഹം കഴിച്ചു വിട്ടതാണ്. ബാംഗ്ലൂർക്കാണ് പോയത്. ബാംഗ്ലൂരിൽ ചെന്നു. ഇദ്ദേഹത്തിനൊപ്പം ജീവിക്കുന്ന ഒരു 15 വയസ്സിന് പ്രായത്തിന് മൂത്ത ആളാണ് ഈ വ്യക്തി. എന്തൊക്കെയോ ജോലിയുണ്ട്, പിന്നെ ഇപ്പോൾ പുള്ളി എവിടേക്ക് ജോലിക്ക് വരുന്നു. പക്ഷേ ഈ നാസത്തെ ആൾക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ളതാണ്. ഡ്രസ്സ് വേണോ, മേക്കപ്പ് സാധനങ്ങൾ വേണോ, എല്ലാം തരും. അത് തന്നു കഴിയുമ്പോൾ തന്നെ അടിയും കിട്ടും, അല്ലെങ്കിൽ തെറിയും കിട്ടും. കാരണം ഞാനാണ് നിനക്ക് വാങ്ങിച്ചതെന്ന് എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ ഞാൻ ഭയങ്കര പ്രശ്നം, അത് നീ മനസ്സിലാക്കിയിരുന്നോളാം. അത് ഞാൻ പറയേണ്ട അപ്പുറത്തോട്ട് നീ ജീവിക്കരുത്. ഇതാണ് ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കാര്യം. ഭക്ഷണം വാങ്ങിച്ചെന്നാൽ പോലും അത് തിന്നരുത് എന്നുള്ള ആഗ്രഹം കൂടി അവർക്കുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ വില ഗായത്രി ആ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നിനക്ക് ഭക്ഷണം കിട്ടാതെ വന്ന ഇതായിരിക്കും നിന്റെ അവസ്ഥ, ഞാൻ നാളെ ഒരിക്കലും ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ വാർണിംഗ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാം. ഏതൊരു കാര്യത്തിലും വാർണിംഗ് ഉണ്ടാവും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഒരു വസ്ത്രം ഇടുമ്പോഴും എല്ലാത്തിലും ഒരു വാർണിംഗ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തെന്നില്ലാത്ത ടെൻഷനായിരിക്കും. ആൻസിറ്റി പുള്ളിനെ കാണുമ്പോൾ സ്നേഹിക്കണോ, അത് ഇനി വെറുപ്പിക്കണോ, അത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും എന്ന് തൊട്ടിട്ടുള്ള നമ്മൾ ഒരു മനുഷ്യൻ എങ്ങനെയെല്ലാം എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്ന ഈ വഴികൾ മുഴുവൻ ഈ വ്യക്തികളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ബ്ലോക്ക് ചെയ്യാന്നല്ല, അതിന് പൂർണ്ണമായിട്ടും നെഗറ്റീവ് അടിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി എന്താന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടീനെ ബാംഗ്ലൂർക്ക് കല്യാണം കഴിപ്പിച്ചു വിടുന്നു. ബാംഗ്ലൂർ താമസം മാറുന്നു. ഈ വ്യക്തിക്ക് ഒരു 15 വയസ്സിന് പ്രായം മൂത്തൊരു വ്യക്തിയാണ്. അതിനുശേഷം ഒരു കുഞ്ഞുണ്ടാവുന്നു, രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നു. ഇത്തരത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഇവർ സെക്ഷുവലി ഫെയിൽ ആണെന്നുള്ള ഡൗട്ട് അവർക്കുണ്ട്. അവർക്കൊരു ഡൗട്ട്. ഇവര് ഡൗട്ട് അടിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഈ കഥ കേൾക്കുന്നതും ഇവരെ നിയന്ത്രിക്കുന്നതും ശരിക്കും മനുഷ്യരല്ല. ഇവിടെ ഇൻഫർമേഷൻ എടുക്കുന്നത് ഇവരുടെ ഫാന്റസികളിൽ നിന്നാണ്. ഇവരൊരു ഫാന്റസി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവര് കുറെ മേഖലയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഇവർ ഫാന്റസി സെറ്റ് ചെയ്യുന്നത്. അവർ ഫാന്റസി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു പാർട്ണറുമായിട്ട് ഒരു നോർമൽ സെക്ഷുവലിനേക്കാളും അപ്പുറത്തോട്ട് കടന്നിട്ട് മറ്റൊരു രീതിയിൽ, അതിപ്പോൾ ബ്ലഡ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെയിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിലവിളിച്ചിട്ടോ എന്ന് വേണ്ട ആ ഒരു ലൈഫായിരിക്കും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി സെക്ഷലി ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കരുത് എന്നുള്ള ഉദ്ദേശം ഇവർക്കുണ്ട്. സെക്ഷുവാലിറ്റി വേണം, എന്നാൽ അത് അവർ ആസ്വദിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ കൃത്യമായിട്ട് ഇതിനെ കണക്ക് കൂട്ടി ഈ സാധനം ചെയ്തു വയ്ക്കും. ഫാന്റസികളിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. ഒട്ടുമിക്ക ഏകദേശം 90% ഈ നാർസിസമുള്ള ക്യാരക്ടറുള്ള എല്ലാ മനുഷ്യരും ഫാന്റസികളാണ് ജീവിക്കുന്നത്. അവരത് പുറത്ത് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഈ ലേഡിയുടെ ഹസ്ബൻഡും ഇതേ കാറ്റഗറിയുള്ള ഒരു പെൺകുഞ്ഞുണ്ടാവുന്നു, രണ്ടാമത് ഒരു ആൺകുട്ടി ഉണ്ടാവുന്നു. ശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ ഈ സ്വന്തം വീട്ടിലോട്ട് കൂട്ടുകാരന്മാരെ കൊണ്ടുവരാൻ തുടങ്ങി, എന്നിട്ട് കള്ളു കുടിക്കാൻ തുടങ്ങി. അതിനുശേഷം പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. കൂട്ടുകാരനെ മാത്രം വീട്ടിലെത്തും. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയുമായിട്ട് ഒരു റിലേഷൻ വരണം, എന്നാൽ പുള്ളിക്ക് റിലേഷൻ വരുന്നിട്ട് ഇഷ്ടമല്ലാതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇവരെന്താ ചെയ്യണേന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. ഇവർക്കത് ഇഷ്ടമാണോ? ഇവർക്കത് ഇഷ്ടമാണ്. ഇഷ്ടമല്ലയോ? ഇഷ്ടമല്ല. ഇവരുടെ മൂഡ് അനുസരിച്ചിരിക്കും. പിന്നെ ഇവർക്ക് വളരെ പെട്ടെന്ന് ഇവർ ഈഗോ ഹേർട്ടാവും. ചെറിയൊരു കാര്യം മതി, നിന്നെക്കാളും നല്ലതാണല്ലോ അത്, വേണ്ട, നിങ്ങളെക്കാളും നല്ലൊരു പട്ടിയാണല്ലോ അത് വഴിക്കൂടെ നടന്നു പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈഗോ കേട്ടോ. ആ പട്ടിയുമായിട്ട് നമ്മൾ താരതമ്യം വേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. പക്ഷെ ഇവർ താരതമ്യം ചെയ്യുന്നത് മറ്റ് പല കാര്യങ്ങളുമായിട്ടായിരിക്കും ഇവർ താരതമ്യം ചെയ്യുന്നത്. കോൺഫിഡൻസ് ഒരു തരി പോലും ഇല്ലാത്ത മനുഷ്യരാണ്. കോൺഫിഡൻസിൽ ഒരു തരി പോലും അവർക്കില്ല. എന്നാൽ അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറക്കത്തിലാണെങ്കിൽ പോലും അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വളരെ സ്ട്രോങ് ആണ്, ഞാൻ ഭയങ്കര ഓക്കെ ആണെന്ന് മറ്റുള്ളവരെ കാണിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇവരുടെ ബ്രെയിൻ നിരന്തരം വർക്കിംഗ് ആണ്. നമ്മളെന്താ നോർമലി രാവിലെ പകല് ജോലി എടുക്കുന്നു, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, രാവിലെ എന്താണെന്നുള്ളത് രാവിലത്തെ കാര്യം. ഇവരങ്ങനെയില്ല. ഇവര് ആ കുറെ നാളുകൾക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അതിലൂടെ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് കൂട്ടുകാരന്മാരെ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നീട് ഈ പെൺകുട്ടി ഭയങ്കര റിജക്റ്റ് ആവുന്നു. പക്ഷേ കൂട്ടുകാരൻ വന്നും വളരെ മോശമായിട്ട് പെരുമാറുന്നു പറഞ്ഞാൽ ഈ പുള്ളി സമ്മതിക്കില്ല, അംഗീകരിക്കില്ല.
അടിക്കും, ഇത് പറഞ്ഞാൽ അടിക്കും. അടിക്കും. അപ്പോ ഇത് ബാംഗ്ലൂരാണ് സംഭവം നടക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിനെ എടുത്തിട്ട് അപ്പുറത്തോട്ട് പോകുന്നു. ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കള്ളപ്പരാതി. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് അപ്പുറത്തോട്ട് ഫ്ലാറ്റ് ഇട്ട് പോകുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു പരാതിപ്പെടുന്നു സ്വന്തം ഓഫീസിൽ പോയിട്ട്. ഇതിന്റെ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിൽ മറ്റൊരാളുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. ഇവരെല്ലാവരുടെ മുന്നിൽ ഞാൻ വളരെ ഓക്കെയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ നന്നായിട്ട് ജോലി എടുക്കും, ഞാൻ എനിക്ക് കുടുംബം എന്നുള്ള പോലെ എനിക്ക് ഓഫീസർ വരുന്നുള്ള ഒരു ചിന്ത ഇവരെ ഓഫീസിലെ എല്ലാവർക്കും ക്രിയേറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവരെ എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര പിശക്കന്മാരാണ്. ഒരിക്കലുമല്ല. പൈസ വാരി ഇവരെല്ലാവരും സഹായിക്കും. കാരണം ഇവര് ഞാൻ സൂപ്പറാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇവർക്ക്. അതിന്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. അതിന്റെ ഒരു അണു വിട്ടതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവര് ടെററാവുന്നത്. അപ്പോൾ പുതിയ ഒരാള് ആ ഓഫീസിൽ ജോലിക്ക് വന്ന സമയത്ത് അവൻ നന്നായി ജോലി ചെയ്യുന്നൊരു പയ്യനായിരുന്നു. അപ്പൊ അസൂയ വന്നു. അപ്പോ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു കുറുക്ക് വഴിയാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്ന് ഒരു കള്ളപ്പരാതി കൊടുത്ത് ഓഫീസിൽ പോയി പറഞ്ഞ് ഓഫീസിലുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനെ തല്ലി. അവന്റെ ജോലി പോയി. ശേഷം ഈ പുള്ളി വിദേശത്തൊരു ജോലിക്കൊക്കെ പോയി. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു 6, 7, 8 വർഷം ഗ്യാപ്പ് ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കഥയിൽ. ഈ 8 വർഷം കൊണ്ട് ഈ സ്ത്രീക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഹസ്ബൻഡിന്റെ കൂട്ടുകാരുൾപ്പെടെ, റിലേറ്റീവ്സ് ഉൾപ്പെടെ, ബന്ധുക്കാരുൾപ്പെടെ എത്ര പേര് വന്നു പോയെന്ന് അറിയില്ല. സെക്ഷുവലായിട്ട് മൊത്തം ട്രാപ്പ് ചെയ്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ ചെലവിന് കൊടുക്കുന്നില്ല, ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല, എന്നാൽ ഇറിറ്റേഷൻ ഉണ്ട്, ഫോൺ വിളിച്ചാൽ തെറിയാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇതിന്ന് പുറത്ത് കിടക്കാന്ന് പറഞ്ഞ് ആലോചിക്കുക. എന്നാൽ ഒരു ജീവിതത്തിൽ പോവില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട. നിങ്ങൾ ഒരിക്കൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്താൽ ഇവർ നിരന്തരം നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, കാര്യങ്ങളോട്ട് മുഴുവൻ കാര്യങ്ങളും ഇവരുടെ മൈൻഡിൽ മൊത്തം അതാ. ഇനി അവർ നാളെ ഒരിക്കലും മാരേജ് ചെയ്താലും കല്യാണം കഴിഞ്ഞാലും ഒരു കാര്യമില്ല. നിങ്ങളുടെ പുറകെ അവർ ഫോളോ ചെയ്യും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എവിടെ ഫെയിലായി എന്ന് അവര് വിശ്വസിക്കുന്നു. ആ വ്യക്തിനെയും കൊണ്ട് ഒന്നെങ്കിൽ അവര് ഭയപ്പെട്ട് അടിമകളാവാം, അല്ലെങ്കിൽ ഞാൻ സൂപ്പറാണെന്ന് പറയുക. ഇത് ഏതെങ്കിലും രണ്ടിലൊന്നും നിങ്ങൾ ചെയ്തേ പറ്റൂ. ഈ പറയുന്ന വ്യക്തികൾ ചെയ്തേ പറ്റൂ. ഇല്ലാത്ത പക്ഷം അവര് മരണം വരെ, അവര് മരിച്ചു കഴിഞ്ഞാൽ പോലും അവര് കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫെയിലർ ആവാ എന്ന് പറയുന്നത് സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. മനസ്സിലായി? കാരണം അവർക്ക് കഴിവുകളില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ നമുക്കത് കണ്ടുപിടിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഓവറായിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.